നടന്നു പോണതിന്റെ ഇടയ്ക്ക് ദീദി ഇവിടെ വന്നിട്ട് തീക്കായെന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. गाड़ी रात चलते 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 आगे गाँव में ले गए, वहाँ गंगा माई का मंदिर है, वहाँ दर्शन करके आना. ഇത് ദീദിയുടെ വീടും ഇതിന്റെ ബാക്കിൽ വീട് ദീദിന്റെ വീടും ഇവിടെ ദീദി ഓള് നെയ്തിട്ട് ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ ഉണ്ടാക്കണേ ഷോപ്പ് മാതിരി വലിയൊരു ഷോപ്പാണ്. നമ്മളെ कल रुक रहे हैं, कल കൽ कल सुबह चल जाना. मतलब അല്ലല്ല ഈവനിങ് कितना टाइम में? ओ पता नहीं, कंफर्म नहीं है. सुबह 6 बजे उठ के 7 बजे चल जाना यहाँ से वहाँ पैदल घूम के आ जाना. वहाँ से वहाँ दर्शन भी करके फिर इधर आ जाना. 7 बजे 1 घंटा लगेगा आपको, ज्यादा नहीं लगेगा चलना वालों को. 1 घंटा में इधर आ जाएगा. यहाँ से बैग लेके वहाँ चल जाना बाजार में, वहाँ गाड़ी मिल जाएगा, वहाँ से फिर निकल जाना. इधर से कितने किलोमीटर है? यहाँ से पैदल में ऐसे हो, पैदल मंदिर. ओके അവിടെ ഗംഗാമാന്റെ അമ്പലമുണ്ട്. അപ്പൊ അങ്ങോട്ട് നടന്നു പോയി टेम्पल भी है, टेम्पल है. ഇത്ര ദൂരത്തുനിന്ന് വന്നല്ലേ നിങ്ങൾ അവിടെ പോയി ദർശനം വാങ്ങിയിട്ട് പോയിക്കൊണ്ടുവന്ന. हाँ 3-3.5 किलोमीटर है. चलने का ज्यादा नहीं है. अब चलने वालों को तो एकदम आ जाते हो, पैदल चल जाना. आप लोग ध्यान है. നമുക്ക് മന്ദിറിലൊന്ന് പോവാം. എന്തായാലും വന്നതല്ലേ, അമ്പലത്തിലൊന്ന് പോയേക്കാം. പോയിട്ട് കാണാം. അതെ सुबह जल्दी उठ जाना ना, सुबह जल्दी जाग जाना. हाथ पैर धो के मुँह धो के सीधे चल जाना दर्शन करने. ठीक है. മുസ്ലിക്ക് അതൊന്ന് കാണിച്ചു ചെയ്യാം അല്ലേ? പോയി അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുഴയിലേക്ക് ദൈവമായി കാണുന്നൊരു ഇതാണ്. അപ്പോ ഗംഗാമ്മയുടെ മന്ദിരം ഉണ്ടാവിടെ, അമ്പലം ഉണ്ടാവിടെ. ഒരു 1 കിലോമീറ്ററോ അവിടെ ഒരു ആർമി ക്യാമ്പ് കണ്ടില്ല നമ്മളെ നാട്ടിൽ. അപ്പൊ അതിന്റെ അടുത്ത് കൂടിയാണ് പറഞ്ഞത്. അപ്പൊ അവിടെ പോയിട്ട് പോയാ മതി എന്നാരും അറിയാം. अब वो इतना दूर से आए ना, थोड़ा गंगा माई का दर्शन करके ठीक है. फिर कभी पहुंचा तो 3-4 साल बाद पहुंचेगा नहीं है. ദീദിയാണ് നമ്മളെ കയ്യില് പൈസ ഉണ്ടായാണ് നമ്മളെങ്ങനെ കറങ്ങണത്. ഇവരുടെ കയ്യില് കേരളം കണ്ടിട്ടില്ല, കേട്ടിട്ട് മാത്രമേ ഉള്ളൂ. പൈസ ഒന്നുമില്ല. അപ്പൊ നമ്മള് കറങ്ങണ ഒരു അവസ്ഥ കൊടുക്കുക. ടെന്റും अभी जवान है ना, यंग है. यंग है ना, जवान है, बैठ जाते हैं ट्रेन में भी खड़े खड़े चल जाते हैं. जैसे हम लोगों को तो खड़े कहाँ जा सकते हैं, यहाँ भी सब सुन रहा है. एक कमर में भी दर्द, कभी यहाँ दर्द. आप लोग यंग है, चल जाते हैं ट्रेन में खड़े खड़े चल जाते हैं. തോൽക്ക് പ്രായമുണ്ട്, അങ്ങനെ ജനറലൊന്നും പോകാൻ പറ്റൂല. മുട്ട് വേദനിക്കും, കൈ വേദനിക്കും. നമ്മള് എങ്ങല്ലേ നമുക്ക് എങ്ങനെ പോകാൻ. ഇതാണ് നെയ്യണ മെഷീൻ, ഊള് നെയ്യണ മെഷീൻ. ഊള് ഋഷികേശിന്ന് ഇവിടുന്ന് ഏതോ സീസണിൽ പോയിട്ട് കൊണ്ടുവന്ന പോലെ തന്നെ ആത്മീയത്തിന് എടുക്കുന്നാണ് പറഞ്ഞത്. ഇവിടെ കൊടുത്തിട്ട് ഈ ഒരു സീസൺ ആകുമ്പോ ഇവിടെ നെയ്ത് ഇതൊക്കെ ഒരു നെയ്ത് ഉണ്ടാക്കിയായിരുന്നു. കേട്ടോ ഇവിടെ കുറെ ഒക്കെ ഒരു നെയ്ത് ഉണ്ടാക്കിയത് തന്നെ കാണാല്ലേ. പക്ഷെ ബാക്കിയുള്ള കടകളിൽ ഒരു കാശ്മീരിൽ കൊടുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഇങ്ങനെ പോണതിന്റെ ഇടയ്ക്ക് ദീദി പെട്ടെന്ന് വിളിച്ച് കയറ്റി ഇവിടെ നിന്ന് തീക്കാന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ തീക്കായാണ്. കൊറേ സംസാരിച്ചിരിക്കാണ് ഇപ്പൊ. ഇവിടുത്തെ വിശേഷം, അവിടുത്തെ വിശേഷം, അങ്ങനെയൊക്കെ. അങ്ങനെ അവിടുന്ന് ഇറങ്ങി. അതൊരു എക്സ്പീരിയൻസ്. അടിപൊളി കേട്ടോ. തൊട്ടാവല്ലോ തണുപ്പ് ചെറിയൊരു തണുപ്പ് കുറഞ്ഞ പോലെ. ചെറിയ അതിന് ഉള്ളിൽ ഇന്ന് ബോഡി ചൂടായിട്ടാണോ അറിയില്ല, പക്ഷെ വല്ലാത്ത തണുപ്പില്ല. മഴ നിൽക്കൊണ്ട് തണുപ്പൊന്ന് കുറഞ്ഞ്. അത് ഹോസ്പിറ്റാലിറ്റി അതൊന്നും എടുത്ത് പറയണ്ടേ എന്നെ. നമ്മളെ കാണുന്നത് ഭയങ്കര തണുപ്പാണ്. വീട്ടിൽ പോയിക്കോളി, അവിടെ പോയിക്കോളി. സ്നോ ഒന്ന് വീണ്ടേ. അവിടെ നിന്ന് ഇന്നലെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇന്നലെ ഉണ്ടായിരുന്നില്ല, ഇന്ന് രാവിലെ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ വരല് തുടങ്ങിയത് അടച്ചോനെ. അത് സെറ്റപ്പായി, അത് പൊളിച്ചു. മിക്കവാറും ഇവിടെ അത് ഭാഗം മുറിൽ തുടങ്ങി. വേറെ
അവിടെ ആകെ മൂട്ടിൽ തുടങ്ങി. നമ്മളങ്ങനെ പുഴയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുറ്റും മഞ്ഞ് കൂടുതൽ തുടങ്ങിയിട്ടുണ്ട്. നല്ല പാലം. അവിടെ ആണല്ലേ. ഇന്നലെ രാത്രി അങ്ങോട്ടുണ്ട് തോന്നിയത്. നമ്മളെ രാകേഷിന്റെ ബ്രദേഴ്സിന്റെ ഹോം സ്റ്റേ ആണ്. ഇതും റോങ് പാസ് ഹോം സ്റ്റേ ഒക്കെ. സ്റ്റോപ്പ് മിലിറ്ററി ഏരിയ. ഞാൻ പോയിരുന്നതേ അയിക്കൂടി അങ്ങോട്ട് അല്ല, അവിടെ കുറച്ച് ഇറങ്ങാനുള്ള സെറ്റപ്പ് ഉണ്ട് അവിടെ അപ്പുറത്ത്. പാലത്ത് പോവാ, കൂടി പോണം. ദൂടി അവിടെ ബ്രിഡ്ജ് ഇല്ലല്ലോ. അപ്പം ഞാൻ 2 മാസം മുമ്പ് വന്നപ്പോൾ ഹൈക്കൂടിയാണ് പോയിരുന്നത്. അവിടെ പോയിട്ട് നമ്മൾ ആ പുഴയിൽ പോയിട്ട് മുഖം മുക്കി കഴിഞ്ഞാൽ കുടുങ്ങി തണുത്ത ഉറച്ച് ശരിയൊക്കെ കട്ടായി. എന്തായാലും ഇപ്രാവശ്യനോട് പോകാം. ബാക്ക് വ്യൂ നിങ്ങൾ ഒന്നാടെ വേറെ സൗകര്യം ഉണ്ടാവും. ലെറ്റ്സ് ഗോ. എന്തൊരവസ്ഥ നോക്കി നിങ്ങൾ. പ്ലാസ്റ്റിക് കൊടുന്നിട്ടിട്ട് ഇവലെ തിന്നും. എന്നാലോചിച്ച് നോക്കി. എന്താ കാണുമ്പോൾ എന്തോ മാതിരി അതുപോലെ തിന്നാണ്. മോശം. റിവറിന്റെ കളറൊക്കെ മാറിയിരിക്കണേ. എന്നാലും വന്നപ്പോൾ നീലയും കുറച്ച് ഡാർക്ക് ആകാൻ തുടങ്ങി. മഴ ചെയ്തുകൊണ്ടാകും. ഇവിടെ പോയിന്റ് തീരത്ത് ഒരു അമ്പലമുണ്ട്. ഇതാരമ്പല ഇവിടുന്ന് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ വെള്ളം കൂടിയിട്ടുണ്ട്, ചെറുതായിട്ട് കളറും മാറിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ ഭഗീരഥി ഗംഗാ റിവർ. അവിടുന്ന് ഗംഗോത്രിയിൽ നിന്ന് ഇങ്ങനെ ഒഴുകി വരുന്ന റിവറാണ്. ഇത് നേരെ അങ്ങനെ പോകും. ഗംഗയ്ക്ക് ഒരു കുടിച്ചേരുണ്ടാവും. അപ്പോൾ എങ്ങനെ എനിക്ക് തല മുക്കണ്ടേ? മുഖം നോക്കിക്കാ നോക്കുക. അങ്ങനെ തണുപ്പുണ്ട് നോക്കുക. എന്തായാലും നടക്കൂല. മുഖമൊക്കെ ഒന്ന് നിൽക്കാൻ പറ്റുമോ നോക്കാം. ഞാൻ അവിടെ ഇറങ്ങി ആ കുപ്പി നിൽക്കുന്നിടത്ത് അവിടെ പോയി ഇറങ്ങി മുഖമൊക്കെ നോക്കി. ഓ പേരുണ്ടോ? എന്നാ നോക്കിക്കാ, എന്നാന്ന് കാണണല്ലോ. ഓട്ടെ എന്തായാലും അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാം. അല്ലെങ്കിൽ ഒഴുക്കല്ലേ തീക്കായുള്ള സെറ്റപ്പ് ഉണ്ടാക്കേണ്ടി വരും. എന്തേ നോക്കിക്ക. ഈ കയ്യേറ്റ് മുക്കാനല്ല, തല മുക്ക്. മുഖം ഇല്ല നോക്കേ. അവിടെ നല്ല ഇതിൽ കല്ലുമ പോയി നിൽക്കേ. അവിടെയുള്ള വ്യൂ കണ്ടോള്. ഫോണ് ചാടാണ്ടല്ലോ. കല്ലളകണ്ട്. ഏതെങ്കിലും കല്ലുമടക്ക് അടക്കേ. മുക്കേ മുഖം മുക്കണം കേട്ടോ. മുക്കട്ടാ മുങ്ങിയില്ലേ? എങ്ങനെയുണ്ട്? അപ്പൊ മുഖം ഒന്ന് മുക്കി. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അപ്പൊ തണുപ്പ് കുറഞ്ഞേ. തണുപ്പ് ഇപ്പൊ കുറഞ്ഞതാണ് അറിയാ. മറ്റേ ഇതിൽ ജനുവരിയിൽ ഇതിൽ തണുപ്പുണ്ടായിരുന്നു. വെള്ളം ചിലപ്പോൾ വെള്ളം കൂടി, കളറും മാറി. മറ്റേ നീല കളർ ഉണ്ടായിരുന്നു. ഓ കല്ലിന്റെ വെള്ള ഹൈറ്റ് ഒഴുകിയിട്ട്
ഷേപ്പൊക്കെ മാറി ഉള്ളത്. അല്ല കല്ലിൻ്റെ സുഹൃത്തുക്കളെ സൈഡിൽ മൊത്തം മഞ്ഞ് മുകളിൽ തുടങ്ങിട്ടോ. ബാക്കിൽ ആ കാണുന്നു അവിടെ, പിന്നെ ആ കാണുന്നു സ്നോഫാൾ. ഇല്ല അതുണ്ട്, പക്ഷെ അവിടെ കോടയാണ് ഫുള്ള്. ഇപ്പൊ തെളിഞ്ഞ് കാണുന്നുണ്ട്. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടെ ഫുള്ള് മഞ്ഞ് മൂടി തുടങ്ങി. ഒരു 3-4 ദിവസം കൂടി ഇവിടെ നിന്നാ വില്ലേജും കൂടി സ്നോഫോളിൽ കിട്ടേണ്ടതാണ്. പക്ഷെ ടൈമില്ല. അതെ, അപ്പോ ചെയ്തെടുക്കുന്നു. മോനെ നോക്കി സം കഴുതാസ് ചവിട്ടുവോ? ഹലോ ശനെ വേണ്ട. അയ്യോ ഓരോ ഇതാ. ഇവിടെ കുതിര ഇല്ല തോന്നുന്നുണ്ട്, കഴുതയാണ്. ഈ കഴുതിനെ പോലും ഉപയോഗിക്കുന്നത് റിവർത്തെ കല്ല് കൊണ്ടാനും മണ്ണേറ്റാനും അങ്ങനത്തെ പരിപാടിക്കാണ് മെയിനായിട്ട് പോലും ഉപയോഗിക്കണത്. അപ്പൊ നമ്മള് കുക്കിങ് തുടങ്ങിയിട്ടുണ്ട് രാത്രിക്കത്തെ. അപ്പൊ നമ്മള് മാഗി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 4 മാഗി. എപ്പോ തമച്ച് കഴിയുന്നതാവോ? മണിക്കൂറൊക്കെ അടുപ്പിച്ച് കിട്ടുന്ന പറഞ്ഞത്. ആ നോക്കി നോക്കാം. എല്ലാവരും ഉണ്ട്. മോഹിത് ശർമ്മജി ഉണ്ട് ഫ്രം ഡൽഹി. പിന്നെ മൊബൈൽ അല്ലടിക്കാൻ രാജേഷ് ഉണ്ട്. എല്ലാവരും ഉണ്ട്. ഇന്നത്തെ നൈറ്റ് നമ്മൾ പൊളിക്കും. നാലെണ്ണം വാങ്ങി കത്തിക്കുന്നു. ഇവിടെ ഇരിക്കുന്നു. നമ്മളെ 2 ആളുണ്ട്. ശർമ്മജി ഉണ്ട്, കപൂർജി ഉണ്ട്. നമ്മൾ സെൽഫായിട്ട് കുക്ക് ചെയ്ത മാഗി എപ്പോഴും ഇருக்கு. അടിപൊളി. ഇപ്പുറത്ത് മൂപ്പരുണ്ട്, മൂപ്പരും കേൾക്കുന്നുണ്ട്, നമ്മളും കേൾക്കുന്നുണ്ട്. ഇപ്പോൾ വയറാൻ ചിന്തൻ തിന്ന് കഴിഞ്ഞിട്ട് കടന്നുറങ്ങുക. നാളെ രാവിലെ ഉച്ചയാകുമ്പോഴത്തേന് ഇവിടുന്ന് പതുക്കെ തിരിക്കണം. നാളെ ഇവിടുത്തെ രീതി പറഞ്ഞു ഇവിടെ ഒരു മന്ദിരുണ്ട്, അമ്പലമുണ്ട്. നേരത്തെ പറഞ്ഞ. അപ്പോൾ നാളെ രാവിലെ ഉച്ചയ്ക്ക് പോകണം. അത് കഴിഞ്ഞ് വന്ന് കുറച്ച് പർച്ചേസ് ചെയ്ത് ഉച്ചയ്ക്ക് ഇവിടുന്ന് തിരിക്കും. അപ്പോൾ അങ്ങനെ ആവട്ടെ.